മുട്ടിൽ മരമുറിക്കൽ കേസിൽ പിടിച്ചെടുത്ത മരത്തിന്റെ പൂർണ്ണമായ കണക്ക് സമർപ്പിക്കണമെന്ന് പോലീസിനോട് ബത്തേരി കോടതി. മരക്കൊമ്പുകൾ ഉൾപ്പെടെയുള്ളവയുടെ കണക്കുകൂടി സമർപ്പിക്കാനാണ് പോലീസിന് നിർദ്ദേശം. തടികൾ ലേലം ചെയ്യാനുള്ള നടപടികളുടെ ഭാഗമായാണ് ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി പൂർണ്ണമായ കണക്ക് ആവശ്യപ്പെട്ടത്. കാളിദാസൻ ദേവദത്തം വയനാട്ടിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. കൃത്യമായ കണക്കുകൾ വേണം, എങ്കിൽ മാത്രമേ ഈ ലേല നടപടികൾ നടത്താൻ കഴിയുകയുള്ളൂ. അതൊരു സ്വാഭാവിക നടപടിക്രമം കൂടിയാണ്. വിശദാംശങ്ങൾ പ്രജിൻ, തീർച്ചയായും അത് സ്വാഭാവിക നടപടി തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ലേലം വകുപ്പ് ഈ ലേലത്തിന് മുന്നോടിയായി, തടികൾ ലേലം ചെയ്യുന്നതിന് മുന്നോടിയായി സ്വീകരിക്കേണ്ട നടപടികൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തിയിരിക്കുന്നു ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം 112 മരങ്ങളുടെ കണക്കുകൾ കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കണക്കെടുത്തതിന് ശേഷം മാസ്റ്റർ അടക്കം സമർപ്പിച്ചതാണ്. അത് 800 കഷ്ണങ്ങളായിട്ടായിരുന്നു ആ 112 മരങ്ങൾ ഉണ്ടായിരുന്നത്. അതിന്റെ കണക്കുകൾ കൃത്യമായി കോടതിയിൽ മാസ്റ്റർ സമർപ്പിച്ചിരുന്നു. പക്ഷേ ഇതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടത് കോടതി സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട പരാമർശം എന്നുള്ളത് മരക്കഷ്ണങ്ങൾ മാത്രമാണ് ആ കണക്കുകളിൽ ഉണ്ടായിരുന്നത്. മരക്കമ്പുകൾ, ചില്ലകൾ, ഇത്തരത്തിലുള്ള മരക്കമ്പുകളൊക്കെ തന്നെ അതിന്റെ കണക്കുകളൊന്നും ഈ മഹസറിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ തന്നിരുന്ന കണക്കിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ മേപ്പാടി ഫോറസ്റ്റ് റേഞ്ചിൽ സൂചിപ്പിച്ചിരിക്കുന്ന മരക്കമ്പുകളുടെ കൂടി കണക്കെടുത്ത ശേഷം കുറച്ചുകൂടി വ്യക്തമായ ഒരു കണക്ക് സമർപ്പിക്കണം എന്നുള്ളതും കൂടിയാണ് പുതിയ നിർദ്ദേശം ബത്തേരി കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആ കണക്ക് കൂടി സമർപ്പിച്ച ശേഷം ലേലം നടപടികളിലേക്ക് കടക്കും. പ്രജി, ശരി. കാളിദാസൻ ദേവദത്തമാണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.